ടെക്സാസിലെ മിനിപോളിസിൽ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരുടെ വെടിയേറ്റ് യുവതി മരിച്ചു. US പൗരത്വമുള്ള റെനിക്കാൾ ഗുഡ് എന്ന 37-കാരിയാണ് മരിച്ചത്. ഉദ്യോഗസ്ഥർക്ക് നേരെ കാർ ഓടിച്ചു കയറ്റാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് വെടിവെച്ചതെന്ന് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ പറയുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? അമൃത, തീർച്ചയായും ഈ ഒരു സംഭവം, അതായത് മിനിപോളിസിൽ വിന്യസിച്ചിരിക്കുന്ന 2000-ലേറെ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ, ഐസ് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്ന ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന വിഭാഗത്തിന്റെ ഉദ്യോഗസ്ഥരാണ് അവിടെ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിനുള്ള പരിശോധനകളൊക്കെ നടത്തുന്നത്. റെനി നിക്കോൾ ഗുഡ് എന്ന് പറയുന്ന വ്യക്തി കാർ ഓടിച്ച് കയറ്റാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് വെടിവെച്ചത്. ആ വെടിവെപ്പിലാണ് അവർ മരിച്ചത് എന്നാണ് ഇപ്പോൾ ഈ ഐസിന്റെ, അതായത് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന്റെ ഒരു നിലപാട് പുറത്തു വന്നിരിക്കുന്നത്. അതിന്റെ വിഭാഗങ്ങളെല്ലാം തന്നെ, അതായത് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന്റെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കും അത്തരത്തിലുള്ള വാദങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. എങ്കിൽ കൂടി മിനിപോളിസ് മേയർ അതിശക്തമായി ഇതിനെ എതിർക്കുകയാണ്. ഉദ്യോഗസ്ഥർ സ്വയരക്ഷയ്ക്ക് വേണ്ടി വെടിയുതിർത്തു എന്ന് പറയുന്നത് അംഗീകരിക്കാനാവില്ല എന്ന നിലപാട് അറിയിച്ചതിന് ശേഷം ഇത്തരത്തിൽ അവിടെ വിന്യസിച്ചിട്ടുള്ള ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെ അടിയന്തരമായി പിൻവലിക്കണമെന്ന ഒരു ആവശ്യവും മിനിപോളിസ് മേയർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മിനിപോളിസ് മേയർ ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജേക്കബ് റേ പറയുന്നത് ഇത്തരത്തിലൊരു സംഭവമല്ല നടന്നിരിക്കുന്നത് ഒരു തെറ്റായ രീതിയിലുള്ള ഒരു നടപടിയാണ് എന്ന് കൃത്യമായി അദ്ദേഹം ഈ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നു എന്ന സൂചന തന്നെയാണ് അദ്ദേഹം നൽകുകയും ചെയ്യുന്നത്. ജേക്കബ് റേയുടെ ഈ നിലപാട് ഏത് രീതിയിലാണ് ഇപ്പോൾ അമേരിക്ക സ്വീകരിക്കുക എന്നത് വ്യക്തമല്ല. എങ്കിൽ കൂടി കസ്റ്റംസ് ആൻഡ് ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് വിഭാഗങ്ങൾ ശക്തമായ നടപടി തുടരുന്നതിനിടെ വ്യാപകമായ പരാതി അമേരിക്കയിൽ ഉയരുന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് US പൗര തന്നെയാണ് കൊല്ലപ്പെട്ടത്. റെനി നിക്കോൾ ഗുഡ് എന്ന് പറയുന്ന 37-കാരി ഈ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഭീകരമായ ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ശരി, ഐസനാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്.